ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നാളത്തെ എക്സാമിൻ്റെ മാത്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദാമു കൾട്ടിവേറ്റഡ് പാഡി ഇൻ ഹിസ് ഫീൽഡ് ദിസ് ഇയർ. ഹി ഗോട്ട് 35.8 കിലോഗ്രാം ഗ്രെയിൻസ് ഫ്രം ദ ഫസ്റ്റ് ഹാർവസ്റ്റ് and 44.7 kilogram from the second harvest. After boiling, drying and crushing, he got 600 gram of rice from 1 kilogram grain. അപ്പോൾ ദാമു കൃഷി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് 35.8 കിലോഗ്രാം ഗ്രെയിൻസ് ധാന്യങ്ങൾ ഫസ്റ്റ് ഹാർവസ്റ്റിൽ നിന്ന്, ആദ്യത്തെ വിളവെടുപ്പിൽ നിന്ന് കിട്ടി. രണ്ടാമത്തേന്ന് 44.7 കിലോഗ്രാമാണ് രണ്ടാമത്തെ വിളവെടുപ്പിൽ നിന്ന് കിട്ടിയത്. അതിൽ നിന്ന് അദ്ദേഹം ബോയിലും ക്രഷും അതൊക്കെ ചെയ്തിട്ട് ആകെ കിട്ടിയത് 600 ഗ്രാമാണ്. അതായത് 1 കിലോഗ്രാമിൽ നിന്ന് 600 ഗ്രാമാണ് കിട്ടിയത്. ഇവിടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഫൈൻഡ് ദ ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് ഗ്രാംസ് ഫ്രം 2 ഹാർവസ്റ്റ്. ഈ 2 ഹാർവസ്റ്റിൽ നിന്നും കിട്ടിയ ടോട്ടൽ ഗ്രാംസ്, പ്രൊഡക്ഷൻ ഓഫ് ഗ്രാംസ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്താണ്, ഇവിടെ 35.8 ആണ് ഫസ്റ്റ് ഹാർവസ്റ്റിൽ നിന്ന് കിട്ടിയത്. ഫ്രം ദ സെക്കൻഡ് ഹാർവസ്റ്റ് 44.7 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, അത് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് പ്ലേസൊക്കെ എഴുതാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ തെറ്റിപ്പോകും. 35.8 പ്ലസ് 44.7. ഇവിടെ 8 പ്ലസ് 7 എത്രയാണ്, 15 ആണ്. ബാലൻസ് 1. അത് നമ്മൾ ഇതിനോട് കൂട്ടി. 1 പ്ലസ് 5 6, 6 പ്ലസ് 4 10. 10ൽ 0 എഴുതി, ബാലൻസ് 1 ഇവിടെ വെച്ചു. 3 പ്ലസ് 4 7, 7 പ്ലസ് 1 8. ഇനി നമ്മൾ എവിടെ പോയിൻ്റ് ഇടുക, ഇത് പ്ലസ് ആണ്. ഇൻറ്റുവിനാണ് നമ്മൾ ഡബിൾ ആയിട്ട് ഇടൽ, മൊത്തത്തിലിടും. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് നമുക്ക് ഒരൊറ്റ പോയിൻ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു പോയിൻ്റ് മാത്രം നമ്മൾ ഇവിടെ ഇട്ടാൽ മതി. 80.5. ഓക്കെ, 80.5. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്, 80.5 ആണ് നമുക്ക് കിട്ടിയത്. 80.5 കിലോഗ്രാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി അടുത്ത്, ആഫ്റ്റർ ബോയിലിംഗ് ക്രഷിംഗ് ഓഫ് ഗ്രെയിൻസ് വാട്ട് വിൽ ബി ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഗ്രെയിൻസ് ഹി റിസീവ്ഡ്. അപ്പോൾ മൊത്തത്തിൽ എത്രയാണ്, 80.5 കിലോഗ്രാം ആണ്. 1 കിലോഗ്രാം, അതായത് അത് ബോയിൽ ചെയ്ത് എല്ലാം കൂടി ലാസ്റ്റ് അയാൾക്ക് കിട്ടുന്നത് 1 കിലോഗ്രാമിന് 600 ഗ്രാം വെച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 80.5 ആണ്. ഇത് എത്രയാണ്, കെ ജിയിലാണ്. അപ്പോൾ നമ്മൾ 600 ഗ്രാമിനെ എന്തിലാക്കണം, കെ ജിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് 80.5 കെ ജിയിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, 600/1000. 1000 ആണല്ലോ, 1000 കിലോഗ്രാം ആണല്ലോ 1000 ഗ്രാം ആണല്ലോ 1 കിലോഗ്രാം. അപ്പം 600/1000. അങ്ങനെ ചെയ്യുമ്പം നമ്മുടെ ഇവിടെ 000 കട്ട് ചെയ്തു. അപ്പോൾ എങ്ങനെ വരിക, 0.6 ആണ് വരിക നമുക്ക്, 0.6. ഇനി നമ്മൾ ഇതിനെയാണ് നമ്മൾ ഇൻറ്റു ചെയ്യേണ്ടത്. 80.5 ഇൻറ്റു 0.6. ഇപ്പോൾ 6 × 5 30, 6 × 0 0, അപ്പോൾ 3 ഇങ്ങോട്ട് എഴുതി. 6 × 8 48. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര പോയിൻ്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിൻ്റ്, ഇവിടെ ഒരു പോയിൻ്റ്. അപ്പോൾ 48.30 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യന് അതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഇഫ് ദാമു ഡിസ്ട്രിബ്യൂട്ടഡ് ദ റൈസ് ടു ഹിസ് 5 സൺസ് ഈക്വലി, ഹൗ മച്ച് റൈസ് വിൽ ഈച്ച് വൺ ഗെറ്റ്. ഇനി ഈ കിട്ടിയ റൈസിനെ എന്താക്കി, ദാമു 4 കുട്ടികൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയത് 48.3. അതിനെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിതെങ്ങനെ ഡിവൈഡ് ചെയ്യാം, 48.3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 483/10. ഓക്കെ, ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് 1/5. ഇനി നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. 483 × 1/5. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാണ്. 483 ഡിവൈഡഡ് ബൈ 50. അപ്പോൾ 483 ഡിവൈഡഡ് ബൈ 50 നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക 9.66 ആണ്. ഓക്കെ, ഇത്രയും കെ ജി ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇത് കുറച്ച് കാൽക്കുലേഷൻ നല്ലോണം ഉള്ള ഒരു
അതാണ് ഇതിൽ നിങ്ങൾ പോയിൻറ്റ് ഡെസിമൽ പോയിൻറ്റ്സ് ഒന്നും മാറിപ്പോകരുത്, അത്രേ പറയാനുള്ളൂ. ഓക്കെ.